പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറിയെന്ന് വിചാരിക്കില്ലേ? അല്ലേ? അതെ, ഇപ്പൊ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് അപ്പൊ ധ്യാന്റെ അടുത്തൊന്ന് പറയാണ്, ചേട്ടൻ്റെ അടുത്തൊന്ന് പറയാ, ധ്യാൻ ഒരു സൂപ്പർ സ്റ്റാർ ആവാൻ പോവാണെന്ന് പറഞ്ഞാൽ എന്ത് പറയും? അതിന് ഞാൻ അങ്ങനെയല്ല, നമ്മൾ മറ്റേ രജനി പോലെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോ ആവട്ടല്ലോ. ഒരു സാറെങ്കിലും കൂട്ടി വിളിക്കും നമ്മുടെ രജനീനെ പോലെ കമലിനെ പോലെ പിടിച്ചിട്ട് അങ്ങനെ വന്ന് പറഞ്ഞാൽ മലയാളത്തിന്റെ ഒരു സൂപ്പർ സ്റ്റാർ ആയി മാറുന്നു പറഞ്ഞാൽ മാറുന്നു പറഞ്ഞാലോ? ഞാൻ ജോത്സ്യനാണോ എന്ന് പറയുമ്പോ എന്താ ഫീൽ ഉണ്ടാവാതെ കേൾക്കുമ്പോ? ഞാൻ എന്താ അതിന് എതിർപ്പ് പ്രകടിപ്പിക്കണോ? വേണ്ടല്ലോ, ഞാൻ വെൽക്കം ചെയ്യുന്നു. എന്റെ ഒരു പോക്ക് കണ്ടിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ സൂപ്പർ സ്റ്റാർ ആവുന്നു? അതല്ല, എനിക്ക് ഒരു ഡൗട്ട് ആക്ച്വലി ഉള്ളതെന്ന് പറയും. ഇപ്പൊ ഓരോ വീക്കും ഓരോ മൂവി റിലീസും എല്ലാ വീക്കിലും ഇവനുണ്ട് കേട്ടോ. ബ്രേക്ക് എടുക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് എപ്പോഴതൊക്കെ അഭിനയിക്കണത്, അതാണ് എന്റെ ഡൗട്ട്. പഴയ ആൾക്കാരൊക്കെ പറയാറുണ്ട്, അതായത് നമ്മൾ ഒരു വർഷം 4-5 സെറ്റ് മാറി അങ്ങനെയൊക്കെ. അങ്ങനെ ഹെക്ടിക് ആയിട്ടാണോ ചെയ്യണത്? വളരെയധികം ഹെക്ടിക്. നമുക്കിത് ഇഷ്ടമാണല്ലോ, നമ്മൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരും വിന്റേജ് അല്ലെങ്കിൽ ഇതിന്റെ പുറകിലുള്ള പലരും നമ്മുടെ ഇവിടെ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പൊ നമ്മള് അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു എവിടെയെങ്കിലും ഒക്കെ വർക്ക് ചെയ്തും പരിചയമായിട്ടുള്ള. അപ്പൊ അങ്ങനെ ഞാൻ വർക്ക് ചെയ്ത് ഇപ്പൊ എല്ലാരും അറിയാം. ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ യൂണിറ്റിലെ തൊട്ട് ഇപ്പൊ നമ്മൾ തമ്മിൽ പരിചയമില്ലേ? പ്രമോഷന് വന്ന് പരിചയം. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോ നമുക്കിത് ഭയങ്കര ഒരു ഹെക്ടിക് വിട്ടിട്ട് നമ്മളൊരു ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് പോകുന്നു, നമ്മുടെ പരിചയമുള്ള ആൾക്കാർ ഇപ്പൊ കാണുന്നു. അപ്പൊ ഭയങ്കര ഒരു വേറെ രസമാണ്. പക്ഷെ ക്യാരക്ടറിനെ ആവാഹിക്കൊക്കെ വേണ്ടേ? അല്ല, രണ്ട് പദങ്ങളല്ലേ, അപ്പൊ അത് മനസ്സിലാവേണ്ടത്. അതാ പറഞ്ഞത്, നമ്മൾ ഇത്രയും പടം ചെയ്യുന്നതിനിടയിൽ ഈ ആവാഹിക്കാൻ അതാ ഞാൻ വർഷങ്ങൾക്ക് ശേഷത്തിന്റെ ഈ സെക്കൻഡ് ഹാഫിലെ വയസ്സായിട്ടുള്ള റോൾ ചെയ്യുന്നതിന് തൊട്ട് തലേ ദിവസം ഞാൻ വേറൊരു പടത്തിൽ വക്കീലായിട്ട് അഭിനയിച്ചിട്ട് തലേ ദിവസം വരെ വക്കീലാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ വന്നിട്ടാണ് ഞാൻ ഈ മുടിയൊക്കെ ഷേവ് ചെയ്തിട്ട് നരയൊക്കെ ഇട്ടിട്ട് ഇത് ചെയ്യുന്നത്, അഭിനയിക്കുന്നത്. അപ്പൊ സെക്കൻഡ് ഹാഫ് എനിക്ക് കഥ പോലും അറിയില്ല. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ സ്വാഭാവികമായിട്ടും സംവിധായകൻ ഡയറക്ടർ എന്ത് പറയുന്നു, ഡയറക്ടറിനെ ഫോളോ ചെയ്യുക, അങ്ങനെ അപ്പുറം നമുക്കൊന്നും ചെയ്യാനില്ല.